ഇവിടെ എത്ര കാലമായിട്ടായി മോഷണം നടക്കുന്നത്? ഒരു 1.5 വർഷമായിട്ട് നടക്കുന്നുണ്ട് സാർ. സാർ, എനിക്ക് ഇതുവരെ സംഭവിച്ച ഈ മോഷണങ്ങളുടെ ഡീറ്റെയിൽസ്, ക്രൈം ഡീറ്റെയിൽസ്, വിക്ടിംസ് ഡീറ്റെയിൽസ്, ഫോട്ടോസ്, FIR കോപ്പീസ് എത്രയും പെട്ടെന്ന് ഈ ടേബിളിൽ വേണം. ഓക്കെ സാർ. ഓർഡർ വൈസ് ആൻഡ് ഡേറ്റ് വൈസ്. ഓക്കെ ഓക്കെ സാർ. സാർ. ഓക്കെ സാർ. Sir. കള്ളന്മാര് പോലീസിന്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ചു. ഈ പോലീസുകാരെ നമ്മളെങ്ങനെ രക്ഷിക്കും? നാട്ടിൽ എത്രയോ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ വന്ന വലിയ ഓഫീസറാ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതുപോലെയുള്ള മോഷണങ്ങളൊക്കെ നടക്കൂ. സാറേ, മണിയേട്ടാ, എന്റെ വീടും കൂടെ ചേർത്ത് 5 വീട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. ഈ FIR കോപ്പീസ് അല്ലാതെ വേറെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടോ? സാർ, അവർ ഈ നാട്ടിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. എന്തെന്ന് വെച്ചാ അവര് നീറ്റായിട്ട് പ്ലാൻ ചെയ്താണ് ഈ മോഷണങ്ങൾ നടത്തുന്നത്. തെളിച്ചു പറയണമെങ്കിൽ മോഷണം നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അറിയുന്നത് അവിടെ മോഷണം നടന്നു എന്ന്. വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് വീട്ടിനെ കുറിച്ചും വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ അവൻ ഈ നാട്ടുകാരനായിരിക്കണം. ഇത്രയും വിവരങ്ങൾ അവൻ ശേഖരിക്കണമെങ്കിൽ ഈ നാട്ടുകാർക്ക് നല്ല പരിചയമുള്ളവനായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സെയിൽസ്മാൻ. ഈ സെയിൽസ്മാൻമാരെല്ലാം നാട് ചുറ്റുന്നവരാ. ഏത് വീട്ടിലും കയറാം, എല്ലാവരോടും സംസാരിക്കാം, ആർക്കും ഡൗട്ടും വരില്ല. പക്ഷേ ഈ നാട്ടിലൊരു സെയിൽസ്മാൻ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇവർക്ക് വേറെ വല്ല കച്ചവടമായിരിക്കും. എന്ന് വെച്ചാ സാർ? എന്നുവെച്ചാ പച്ചക്കറി വിൽക്കാം, പൂവും പഴങ്ങളും വിൽക്കാം, ഈ കാൻഡീസ്, ഐസ്ക്രീം. ഇനിയിപ്പോ മീൻകാരൻ അവന് സാധ്യതയുണ്ട്. സർവീസ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പോസ്റ്റ്മാൻ, കേബിൾ ഓപ്പറേറ്റർ, ലൈൻമാൻ,
എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ഇവർ ഈ ജോലികളിൽ ഏതോ ഒന്ന് ചെയ്ത് നമ്മുടെ നടുക്ക് തന്നെ ജീവിക്കാൻ